എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ശിവശൈല ദർശനം എന്ന ശ്രീ GS രാധാകൃഷ്ണൻ നായരുടെ യാത്രാ വിവരണ പുസ്തകത്തിലെ കൈലാസത്തെ പറ്റിയുള്ള ഒരു ഭാഗമാണ്. ഫെബ്രുവരി 26 ഇപ്രാവശ്യം 2025 ശിവരാത്രി വരുന്നത്. ഈ ബുധനാഴ്ചയാണ് അന്ന്. അപ്പോൾ ശിവരാത്രിയോടനുബന്ധിച്ചാണ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ അധിവാസ സ്ഥാനമായ കൈലാസത്തെ പറ്റി പറയുന്നത്. തിബറ്റിൽ സ്ഥിതി ചെയ്യുന്ന കൈലാസ പർവ്വതം ദേവാദിദേവനായ മഹാദേവൻ്റെ പവിത്രമായ വാസസ്ഥാനമാണ്. എല്ലാ സൃഷ്ടികളുടെയും രചയിതാവിൻ്റെ മഹനീയമായ ഇരിപ്പിടം. അതിനെപ്പറ്റി വർണ്ണിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും വാക്കുകൾ തികയുന്നില്ല. അത്രയ്ക്ക് മഹനീയമാണത്. കൈലാസ മാനസ സരോവർ ക്ഷേത്രം ഭൂലോകത്തിലെ ഏറ്റവും സംവേദന സ്വഭാവമുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ കൂടിയിരിക്കുന്ന അദൃശ്യശക്തി ഇവിടെ ചെല്ലുന്ന ഓരോരുത്തരെയും അത്യന്തം ഐശ്വര്യമുള്ളവരാക്കുന്നു. കാരണം നമ്മുടെ ഉള്ളിലെ ആത്മാവിൻ്റെ ഉറവിടമായ പരമാത്മാവാണ് പവിത്രമായ ഈ ക്ഷേത്രത്തിലിരിക്കുന്നത്. ഇവിടുത്തെ ഭൂമിയും വായുമണ്ഡലവും പുണ്യവും പരിശുദ്ധവുമാണ്. മറ്റുള്ളതിനേക്കാൾ ഭിന്നമായി ഇവിടെ എത്തുന്ന മനുഷ്യരുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് ആത്മജ്ഞാനം പ്രദാനം ചെയ്യുന്നു. പല ദിവ്യ ഔഷധങ്ങളുടെയും കലവറയാണ് ഈ അത്ഭുത ഭൂമി. ദേവാദിദേവനായ മഹാദേവൻ്റെ ഇരിപ്പിടമാകാൻ ഈ ഭൂമിയേക്കാൾ അനുയോജ്യം വേറെയില്ല. കൈലാസത്തിന് ചുറ്റും നിലകൊള്ളുന്ന മറ്റു പർവ്വതങ്ങൾ ഭഗവാന്റെ ഭൂതഗണങ്ങളുടെയും സേവകരുടെയും പ്രതീതിയാണ് ജനിപ്പിക്കുന്നത്. അങ്ങ് അകലെ കാണപ്പെടുന്ന ഹിമാലയ പർവ്വത ശിഖരങ്ങൾ മഹാദേവൻ്റെ ഉപാസനയിൽ മുഴുകിയിരിക്കുകയാണെന്ന് കാണാം. മഹാദേവൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെയുള്ള ചരാചരങ്ങൾ പരിവർത്തനം സംഭവിച്ച് അവ ഇവിടെ എത്തുന്നവർക്ക് നിശബ്ദമായ മന്ത്രോപദേശം നൽകുന്നു. ദേവീ ദേവന്മാരും ഋഷിമുനികളും സൂക്ഷ്മമായ ശരീരരൂപത്തിൽ ഈ പവിത്ര സ്ഥാനത്ത് വിഹരിക്കുന്നു. കൈലാസ പർവ്വതത്തിനരികിലായി സ്ഥിതി ചെയ്യുന്ന 2 വിശാലമായ തടാകങ്ങളാണ് മാനസ സരോവരും രാക്ഷസത്താലും. നന്മയുടെയും തിന്മയുടെയും പ്രതീകങ്ങളായാണ് അവ നിലകൊള്ളുന്നത്. മാനസ സരോവരിലെ പവിത്രമായ ജലം അമൃതിന് തുല്യമാണ്. ഇതിൽ ജീവിക്കുന്നവയെല്ലാം ജന്മന ശിവസ്വരൂപത്തിലുള്ളവയാണ്. തടാകത്തിൻ്റെ 4 വശങ്ങളിലും ധാരാളം ഗുഹകളും ബുദ്ധമതക്കാരുടെ ആരാധനാലയങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് തീർത്ഥാടകർക്ക് വിശ്രമിക്കാൻ സഹായകരമാണ്. ഈശ്വരേച്ഛപ്രകാരം നിർമ്മിതമായ ഇവ ഭക്തർക്ക് ഏറെ അനുഗ്രഹമാണ്. തടാകക്കരയിൽ നിന്നാൽ അകലെയായി കണ്ണുകൾക്ക് കുളിർമയും സാഫല്യവും നൽകി ഗാംഭീര്യത്തോടെ നിൽക്കുന്ന ശിവസന്നിധിയായ കൈലാസം കാണാം. തടാകം ശാന്തമായിരിക്കുന്ന അവസ്ഥയിൽ കൈലാസത്തിൻ്റെ പ്രതിബിംബം അതിൽ വ്യക്തമായി തെളിഞ്ഞു കാണാവുന്നതാണ്. തടാകത്തിൻ്റെ നിറം ഇടയ്ക്കിടയ്ക്ക് മാറുന്നത് മനുഷ്യ മനസ്സിൽ ഉയർന്നു വരുന്ന പലതരം വികാരങ്ങളുടെ പ്രതിഫലനമാണ്. മാനസ സരോവരിൽ സ്നാനം ചെയ്താൽ മനുഷ്യ മനസ്സിലെ 5 വിഷയങ്ങളായ അത്യാഗ്രഹം, കോപം, അലസത, അസൂയ, വക്രത എന്നിവയെ കഴുകിക്കളഞ്ഞ് മനസ്സിനെ ശുദ്ധമാക്കും. സമീപത്ത് സ്ഥിതി ചെയ്യുന്ന രാക്ഷസത്താലിൽ നിന്ന് ഈ അനുഭവം കിട്ടുകയില്ല. തിന്മയുടെ പ്രതീകമായി കരുതുന്ന ഇതിലെ കടുന്നീല വർണ്ണത്തിലുള്ള ജലത്തിൽ ജീവജാലങ്ങളൊന്നും വസിക്കുന്നില്ല. ഇതിലെ ജലം മനസ്സിനെ അശുദ്ധമാക്കി മോശപ്പെട്ട പ്രവൃത്തികൾ ചെയ്യിക്കാൻ പര്യാപ്തമാണത്രേ. മാനസ സരോവരിനും രാക്ഷസത്താലിനും മധ്യത്തിലായി ഗുർലമാന്ധാത എന്നു പേരിലുള്ള ഒരു പർവ്വതം ചുറ്റും കാന്തി പ്രസരിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. വിവേകത്തിനു മാത്രമേ നന്മ തിന്മകളെ വേർതിരിക്കാൻ കഴിയൂ എന്നതിൻ്റെ പ്രതീകമായി 2 തടാകങ്ങളെയും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതത്തെയും കാണാവുന്നതാണ്. കൈലാസ മാനസ സരോവർ ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തു നിന്നായി 4 നദികൾ ഉത്ഭവിക്കുന്നു. ദൂരെ നിന്ന് നോക്കുകയാണെങ്കിൽ കൈലാസം വിശാലമായ മൈതാനത്തിലെ ജ്യോതിർമയമായ ഒരു ബിന്ദുവിന് സമാനമാണ്. ഈ പവിത്ര സ്ഥാനത്ത് നിന്നാണ് സൃഷ്ടിയുടെ രചന ഉണ്ടായിരിക്കുന്നത്. ഇവിടുത്തെ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ ശങ്കരൻ സ്വന്തമായി രചിച്ച സൃഷ്ടിയുടെ അവലോകനം നടത്തുന്നു. ദേവാദിദേവനായ മഹാദേവൻ പരബ്രഹ്മമാണ്.
അദ്ദേഹത്തിൻ്റെ വാസസ്ഥാനമായ കൈലാസത്തിൽ എല്ലാ ദേവീദേവന്മാരും അപ്സരസ്സുകളും യക്ഷകിന്നരന്മാരും ദർശനത്തിനും അനുഗ്രഹത്തിനുമായി വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ദർശനം ആഗ്രഹിച്ചു വരുന്നവർ പരമാത്മാവിനോട് എത്ര അടുത്തെത്തുന്നുവോ അത്രയും അനുഗ്രഹീതരായി മടങ്ങുന്നു. ഇവിടെ എത്തിയാൽ തപസ് ചെയ്യണമെന്നില്ല. കാരണം തപസ് ചെയ്തതുകൊണ്ട് എന്ത് ഫലം ആഗ്രഹിക്കുന്നുവോ അത് കൈലാസത്തിലെത്തി ഭഗവാന്റെ ചരണങ്ങളിൽ അഭയം പ്രാപിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നു. ഭഗവത് സന്നിധിയിൽ എത്തുന്നത് തന്നെ ഒരു തപസ്യയുടെ ഫലമാണ്. കൈലാസപതിയുടെ അടുക്കൽ എല്ലാ തടസ്സങ്ങളും തരണം ചെയ്ത് എത്തുന്നവർക്ക് തപസ് ചെയ്ത ഫലമാണ് ലഭിക്കുന്നത്. പരമാത്മാവിനോട് താതാത്മ്യം പ്രാപിച്ച് ആത്മജ്ഞാനവും അതുവഴി മോക്ഷവും ആഗ്രഹിക്കുന്നവർ കടമ്പകൾ ഏറെ മറികടന്ന് കൈലാസപതിയുടെ ചരണങ്ങളിൽ അഭയം പ്രാപിക്കുമ്പോൾ തന്നെ സ്വയം ആത്മസ്വരൂപനായി മാറുന്ന സവിശേഷതയാണ് കൈലാസയാത്രയ്ക്കുള്ളത്. കൈലാസ ദർശനത്തിനായി വരുന്നവർ എത്ര തന്നെ നാസ്തികരായാലും ആ പുണ്യഭൂമിയുടെ ദർശനമാത്രയിൽ തന്നെ പൂർണ്ണമായും മാനസാന്തരം വന്ന് ഭഗവാനോടടുക്കുന്ന അത്യത്ഭുതകരമായ ഒരു പ്രതിഭാസത്തിൻ്റെ അനുഭവമുണ്ടാകും. ഭഗവാൻ ശിവൻ സ്വന്തം പവിത്രതയുടെ പ്രഭാവത്താൽ അജ്ഞാനമാകുന്ന മായയിൽ നിന്ന് നമ്മെ അകറ്റി ജ്ഞാനത്തിൻ്റെ അചഞ്ചലമായ മാർഗം കാണിച്ചു തരുന്നു. കൈലാസത്തിൻ്റെ അടുക്കലുള്ള ഭസ്മാസുര പർവ്വതം വിളിച്ചു പറയുന്നത് ഇതാണ്: തിന്മ എത്ര തന്നെ ശക്തിശാലിയായാലും അതിന് ഒരിക്കലും സ്ഥായിയായി നിലനിൽക്കാനാവില്ല. ഒരിക്കൽ അതിൻ്റെ അന്ത്യം നിശ്ചയമാണ്. കൈലാസത്തിൻ്റെ പവിത്രത അവിടുത്തെ ഓരോ കണത്തിലും വ്യാപിച്ചു കിടക്കുന്നു. അവിടുത്തെ ഓരോ കണവും ശിവസ്വരൂപമാണ്. അവിടെ എത്തുന്ന ജീവജാലങ്ങളെല്ലാം ശിവസ്വരൂപങ്ങളായാണ് മാറുന്നത്. അഹം എന്ന ബോധത്തിൻ്റെ ആധിക്യത്താൽ നാം എല്ലാം ശിവസ്വരൂപങ്ങളാണെന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെയാണ്. കൈലാസത്തിൻ്റെ ദർശനത്താൽ ഈ അജ്ഞതയിൽ നിന്ന് കരകയറി പരമാത്മാവുമായി താതാത്മ്യം പ്രാപിക്കുന്നു. കൈലാസ ക്ഷേത്രഭൂമിയിലെ പക്ഷിമൃഗാദികളെല്ലാം തന്നെ ഉന്നതമായ ജ്ഞാനത്തിൻ്റെ ഉടമകളാണെന്ന് അവയെ കണ്ടാൽ തോന്നും. പരിശുദ്ധാത്മാക്കൾ പക്ഷി മൃഗാദികളുടെ രൂപം ധരിച്ച് ഇവിടെ വിഹരിക്കുകയാണെന്നാണ് തോന്നിപ്പോകുന്നത്. കൈലാസ മാനസ സരോവർ ക്ഷേത്രം കൽപ്പവൃക്ഷത്തിന് സമാനമാണ്. പ്രത്യേകതകളുള്ള ഈ കൽപ്പവൃക്ഷം അപേക്ഷിക്കുന്നതാവില്ല തരുന്നത്. മറിച്ച് പരമാത്മാവിൻ്റെ ദൃഷ്ടിയിൽ നമുക്കെന്താണോ ആവശ്യം അതാണ് തരുന്നത്. ഈ ഭൂമിയിലെത്തുന്ന ദർശനാർത്ഥികളിൽ പലരും നാട്ടിലെ തങ്ങളുടെ ഭൗതിക സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനായി ഭഗവാനോട് യാചിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ യാത്രയുടെ കാഠിന്യം, സ്വന്തം നാട്ടിൽ നിന്ന് വളരെ അകലെയാണെന്നുള്ള ഭയം, നല്ല ഭക്ഷണം, വെള്ളം ഇവ കിട്ടാത്തതിലുള്ള വിഷമം, സംസാരിക്കാനും വിശ്രമിക്കാനുമുള്ള അസൗകര്യം എന്നീ കാരണങ്ങളാൽ ഈ ക്ഷേത്രത്തിൻ്റെ പ്രഭാവത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയാറില്ല. ശിവകൃപയുടെ പ്രഭാവം നമ്മിൽ അന്തർലീനമാകുന്നു. ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തുന്നതോടെ നാം പരിശുദ്ധരും ജ്ഞാനികളുമായി മാറിയ അനുഭൂതിയാണ് ഉണ്ടാകുന്നത്. ദേവാതിദേവൻ മഹാദേവൻ്റെ കൈലാസഭൂമിയിൽ വെച്ച് നടക്കുന്ന ഈ പരിവർത്തനം ശിവകൃപയാൽ ലഭിക്കുന്നതാണ്. സ്വന്തം സംസ്കാരവും പേറി ഈ ഭൂമിയിലെത്തുമ്പോൾ അത് എത്ര തന്നെ മോശപ്പെട്ടതായാലും അത്ര എളുപ്പം ഉപേക്ഷിക്കാനാവില്ല. അതിനാൽ ഇവിടെ വെച്ച് ഒരു പുനർവിചിന്തനത്തിന് മനസ്സ് തയ്യാറാവുന്നു. വളരെയധികം ഒഴുക്കുള്ള വലിയ നദിയിൽ ജീവിക്കുന്ന ഒരു മത്സ്യത്തെ ശാന്തമായ തടാകത്തിൽ ഉപേക്ഷിച്ച അവസ്ഥയാണ് ഇവിടെ സംജാതമാകുന്നത്. പുതിയ അവസ്ഥയോട് പൂർണ്ണമായി യോജിക്കുമ്പോൾ ആത്മാവും പരമാത്മാവും ഭിന്നമല്ലെന്ന യാഥാർത്ഥ്യത്തോട് കൂടുതലടുത്ത് സാവധാനം ശിവബോധം കൈവരിക്കുന്നു. ഓം നമഃ ശിവായ. കൈലാസഭൂമി പരമപവിത്രം, കൈലാസയാത്രയോ മോക്ഷപ്രദായകം. ഓം ശിവായ നമ. ഓം മഹേശ്വരായ നമ. ഓം ശംഭവേ നമ. ഓം പിനാകിനേ നമ. ഓം ശശിശേഖരായ നമ. ഓം വാമദേവായ നമ. ഓം വിരൂപായ നമ. ഓം കബർദിനേ നമ. ഓം ശങ്കരായ നമ. എല്ലാവർക്കും നന്ദി.